ഏറ്റവും നല്ല ചോദ്യത്തിന് കഴിഞ്ഞ 2 ദിവസമായി മത്സരമായിരുന്നു. ഗോപാലകൃഷ്ണനായിരുന്നു ഏറ്റവും നല്ല ചോദ്യം ചോദിച്ച് തിളങ്ങി നിന്നത്. വെറും ഗോപാലകൃഷ്ണനല്ല, നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ. സാക്ഷാൽ കേരളത്തിൻ്റെ സാംസ്കാരിക ആത്മീയ പെരുമയിൽ അഭിമാനപൂർവ്വം ഹിന്ദുമത വിശ്വാസികൾ ആരാധിക്കുകയും മറ്റിതര മനുഷ്യ സമൂഹം തന്നെ വലിയ പരിഗണനയും നൽകുന്ന ഗുരുവായൂരിലെ ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ ഗുരുവായൂരപ്പന് പേരും നീതിയും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണനാണ് ഇറങ്ങി പുറപ്പെട്ടത്. അണ്ണൻ ആദ്യം അതിൻ്റെ പെരുമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും കളിയാക്കി. പിന്നെ അണ്ണൻ നേരെ പിടിച്ചത് അവിടെ വിളക്ക് കത്തിക്കുന്ന കാര്യത്തിലാണ്. അവിടെ വിളക്ക് കത്തിക്കാൻ വേറെ വല്ലവരും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ യേശുദാസ് ഗാനഗന്ധർവൻ ഒരുപാട് ഗാനങ്ങൾ പാടിയ ശേഷം അതിനകത്ത് പ്രവേശിക്കാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഉണ്ടോ, അദ്ദേഹം കയറിയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ കേട്ടിട്ടുള്ള സംഗതി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വാദങ്ങൾ ഇലക്ഷൻ കമ്മീഷന് ദഹിച്ചില്ല. പരിശോധനയിൽ അതൊരു മതപരമായ സംഗതിയാണ് എന്ന് കണ്ട് അത് നീക്കം ചെയ്തപ്പോഴാണ് ആ സമ്മാനത്തിന് ഒരു ഒഴിവുണ്ടെന്ന് മനസ്സിലാക്കി സാക്ഷാൽ ടെക്നോക്രാറ്റും അറിയപ്പെടുന്ന ബുദ്ധിജീവിയും ശശി തരൂരിനോളം പോകുന്ന ആളാണ് എന്നൊക്കെ വിശ്വസിക്കാനും വിശ്വസിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ഒരു ചോദ്യം വന്നത്. അതൊരു ചോദ്യമായിരുന്നില്ല, ഒരു 1.5 ചോദ്യമായിരുന്നു. ആ ചോദ്യം ഒന്ന് കേൾക്കാം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അത് ഹേറ്റ് എങ്ങനെയായിപ്പോയി? ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ, സാജിയോ? ജലീലല്ല, മറ്റേ മതമാണെന്ന് KM സാജി, പേരും ഓർമ്മയില്ലേ? KM സാജി മതമാണ് പറയുമ്പോൾ അതാണ് ഹേറ്റ് സ്പീച്ച്. അത് കറക്റ്റാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം മാത്രമല്ല, ജനങ്ങളുടെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ മാറ്റം വരും എന്ന് 70 കൊല്ലം അവർ സഹിച്ചതല്ലേ ഈ കോൺഗ്രസും CPM-ന്റെ ഒരു ഭരണനാട്യം. അത് മാറും എന്ന് ജനങ്ങൾക്ക് ഒരു വിശ്വാസം വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അതാണ് ഞാൻ കാണുന്നത്, കേൾക്കുന്നത്. താങ്കൾ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് വന്നതിന് ശേഷം പൊതുവെ BJPയെ കുറിച്ച് പറയാറുള്ളത് സാധാരണഗതിയിൽ മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള ഈ ഹെയ്റ്റ് സ്പീച്ചസൊക്കെ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞു എന്നതാണ്. പക്ഷേ ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. അല്ല, നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പോ ചിലവരുടെ അഭിപ്രായം അത് ഹേറ്റ് സ്പീച്ച് ആണെന്നായിരിക്കും. ഞാനത് ഇന്നലെ രാത്രി എന്നോട് ആരോ ചോദിച്ചു, മാധ്യമസുഹൃത്ത് തന്നെ ചോദിച്ചു. ഞാനത് ഇന്നലെ മൊത്തം ഞാൻ ബിസി ആയിരുന്നു, അപ്പോൾ കേട്ടില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല കൊള്ള എല്ലാം നടക്കുന്ന സമയത്തും ഗുരുവായൂരിൽ കാശ് മിസ്സിങ് ആവുന്ന സമയത്ത് ഗുരുവായൂരിലൊരു വിശ്വാസിയായ ഒരു MLA വരണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിൽ എന്താണ് തെറ്റ്? അത് ഹേറ്റ് എങ്ങനെയായിപ്പോയി? ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ അദ്ദേഹത്തിന്റെ പേരെന്താ, സാജിയോ? ജലീലല്ല, മറ്റേ മതമാണെന്ന് KM സാജി, പേരും ഓർമ്മയില്ലേ? KM സാജി മതമാണ് പറയുമ്പോൾ അതാണ് ഹേറ്റ് സ്പീച്ച്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അതോട് സംസാരിച്ചിട്ടില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലം, എനിക്കൊരു വലിയ അമ്പലമാണ്, ഞാൻ എല്ലാ കൊല്ലം പോകുന്നു, എല്ലാ മാസം പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഒരു വിശ്വാസിയായ ഒരു MLA വന്നാൽ നല്ലതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൻ്റെ ഞാനൊരു പറയട്ടെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണേ. ഇനിയിപ്പോൾ നിങ്ങൾ അതിനെ ട്വിസ്റ്റ് ചെയ്യല്ലേ. വാറ്റിക്കനിൽ മറ്റൊരു മതത്തിന്റെ ആരെങ്കിലും MP ആവാൻ പറ്റുമോ? അവിടെ സെനറ്റർ. അല്ലെങ്കിൽ മെക്കയിൽ ഒരു ഹിന്ദു ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് ആവാൻ കഴിയുമോ? അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു. അതില് എങ്ങനെയാണ് ഹേറ്റ് സ്പീച്ച് ആവുന്നത്? ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് പോയിന്റ്. അതിനു മുമ്പ് 2-3 കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഷാജി മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? മതരഹിത സമൂഹത്തെ സൃഷ്ടിക്കുന്ന, യുക്തിവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ മനുഷ്യരെങ്കിലും CPM-മായി അടുക്കുമ്പോൾ മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണെന്നൊക്കെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മതമാണ് എന്നൊരു പ്രശ്നം അദ്ദേഹം ഉന്നയിച്ചത്. പോട്ടെ, അതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കടന്ന വർത്തമാനമാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്, വിട്ടേക്കാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ മോഷണമൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദു MLA ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചത്. ദേവസ്വം ബോർഡ്
മെമ്പർമാരും ഭരിക്കുന്നവരും എല്ലാം ഹിന്ദുക്കളല്ലാതെ വേറൊരു ആളും ഇതുവരെ അതിനകത്ത് മെമ്പറായിട്ടില്ല. ഇപ്പോൾ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം ആളുകളെ വെക്കണമെന്ന് പറഞ്ഞപ്പോഴും ഒരു സ്ഥലത്തും നോൺ മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളോ ആയ ആരെയും ദേവസ്വം ബോർഡിൽ വെച്ചിട്ടേ ഇല്ല. പിന്നെ അവരുണ്ടായാൽ മോഷ്ടിക്കത്തില്ല എന്നാണെങ്കിൽ ഗുരുവായൂരിൽ ഈ മോഷണമൊന്നും നടക്കാൻ പാടില്ല, മറ്റ് പല ക്ഷേത്രങ്ങളിലും മോഷണം നടക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ആന്ധ്രയിലെ തിരുപ്പതി എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എത്ര കോടി രൂപയുടെ തട്ടിപ്പാന്നാണ് രാജീവ് സാറേ ഈ പറയുന്ന പിന്നെ നമ്മുടെ CBI ഒക്കെ കണ്ടുപിടിച്ചത്. അവിടെ ആരാ? അന്തർമാൻകുഞ്ഞാന്നോ അതിൻ്റെ പ്രസിഡൻറ്റ്? അവിടുത്തെ MLA ആരാ? കബീറോ, റഷീദോ, ജലീലോ, ഷാജിയോ? ആരാ സാറേ? മൂട്ടിക്കുന്നവനെ എവിടെയും മൂട്ടിക്കും, പള്ളിയിലും മൂട്ടിക്കും, അമ്പലത്തിലും മൂട്ടിക്കും. മോഷ്ടിക്കാത്തവനും മൂട്ടിക്കത്തുമില്ല. അതാണ് എൻ്റെ സംഗതി. അതിനേക്കാൾ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് വത്തക്കായും മക്കായുമോ. വട്ടിക്കാനിൽ വേറൊരാളാവുമെന്നാണ് ചോദിച്ചത്. എന്നാൽ പിന്നെ മാർപ്പാപ്പായിട്ട് നമ്മുടെ ചിദാനന്ദപുരി സ്വാമി അങ്ങ് വെക്കാം. എന്തെല്ലാം പാടാന്ന് നോക്കണേ. കേരളത്തിലൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതിനകത്തൊരു ഒറ്റ മുസ്ലിങ്ങൾ പോലും ഇല്ല. സത്യത്തിൽ എത്രയോ പേരിപ്പം അതിനകത്ത് നിൽപ്പുണ്ട്. നമ്മുടെ ഫസൽ കാരാട്ടുണ്ട്. അവൻ പറയുന്ന പോലെ എല്ലാം കേട്ട് എന്തും വായി വരുന്ന പറയാം. അവന് കൊടുവള്ളി സീറ്റ് എവിടെയെങ്കിലും കൊടുക്കണ്ടേ? പിന്നെ അതുപോലെ തന്നെ രാമസിംഹനുണ്ട്. അബൂബക്കർ മാറി വന്നതാ. ഒരു പൂണൂലല്ല 2 പൂണൂലിട്ട് ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ദിവസങ്ങളിലെല്ലാം ആചാരങ്ങളെല്ലാം നടത്തി എന്തെങ്കിലും പുള്ളിക്ക് വയറ്റിപ്പഴപ്പിന് കൊടുത്താൽ മതി. പുള്ളി എവിടെയും നിൽക്കാൻ തയ്യാറാണ്. ഏത് മണ്ഡലത്തിലും. മലപ്പുറത്ത് വേണമെങ്കിൽ പുള്ളി വന്ന് മത്സരിക്കും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ. പക്ഷേ പുള്ളിക്ക് എന്തെങ്കിലും വയറ്റിപ്പഴപ്പിന് കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുകൂടാതെ ആരെല്ലാം ഉണ്ട്? ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റ് അബ്ദുള്ള കുട്ടി സാറുണ്ട്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ സലാമുക്ക ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സലാമുക്ക ഉണ്ട്. പിന്നെ ഇവിടെ മലപ്പുറം സൈഡിലെങ്ങാണ്ട് ഒരു സഹോദരി കാണണം, ഒരുത്ത ഉണ്ട്. പിന്നെ വേറെ അതുപോലുള്ള എത്രയോ പേരുണ്ട്. പേരിനെങ്കിലും ഒരെണ്ണം കൊടുക്കണ്ടേ? ആ കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു തടയ്ക്കായിട്ട് പറയുകയാണ് വത്തിക്കാനിൽ മാർപ്പാപ്പ ഉണ്ട്. അവിടെ ഇലക്ഷൻ വരട്ടെ സാറേ. അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പം നമുക്ക് നിർബന്ധമായിട്ട് പറയാം, മാർപ്പാപ്പായെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു സ്വാമിയെ അവിടെ മത്സരിപ്പിക്കണമെന്ന് പറയാം. ആത്മജ്ഞാനാനന്ദ മത്സരിപ്പിക്കണമെന്ന് പറയാം. പിന്നെ അടുത്തത് മക്കയിലാണ്. മക്കയിലും അധികം താമസിയാതെ ഇലക്ഷൻ വരും. അങ്ങനെ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവായിട്ട് നമുക്കൊരാളിനെ മത്സരിപ്പിക്കാം. വേണമെങ്കിൽ മക്കയിലെ പള്ളിയിൽ ഇമാമായിട്ടും വേണമെങ്കിൽ ആരെയെങ്കിലും നിയമിക്കാം. എന്നാലെങ്കിലും ഞങ്ങളൂടെയൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാർ അനുവദിക്കുമോ? എന്തോ ഒരു കഷ്ടമാണ് അത് നോക്കണേ. എന്തോ ഒരു കഷ്ടം. വല്ലാത്തൊരവസ്ഥയാണ്.